കൊറിയർ മാർഗം കൊച്ചിയിലേക്കുള്ള ലഹരിക്കടത്തുകളെ നിയന്ത്രിക്കുന്നത് രാജ്യാന്തര ലഹരി സംഘങ്ങൾ. വിദേശങ്ങളിൽ നിന്നെത്തുന്ന മാരക ലഹരികളുടെ മൊത്ത വിൽപ്പനക്കാരായും ഇടനിലക്കാരായും സംസ്ഥാനത്ത് നിരവധി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഡാർക്ക് നെറ്റ് വഴിയുള്ള രാസലഹരി കേസിൽ അറസ്റ്റിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസണെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് NCB. ലഹരി സംഘത്തിലെ കണ്ണി മാത്രമാണ് എഡിസണെന്നും സൂചന. കെറ്റാമലോൺ എന്ന പേരിൽ ഡാർക്ക് നെറ്റ് വഴി കേരളത്തിലേക്ക് രാസലഹരി എത്തിക്കുന്ന രാജ്യാന്തര സംഘങ്ങളിലെ ചെറിയ കണ്ണി മാത്രമാണ് മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ എന്നാണ് വ്യക്തമാകുന്നത്. ഡാർക്ക് നെറ്റ് വഴി ഓർഡർ ചെയ്ത് കൊറിയർ വഴി രാസലഹരി എത്തിക്കുകയാണ് ചെയ്യുന്നത്. പാർസലായി എത്തിയ 208 LSD ബ്ലോട്ടുകളായിരുന്നു പിടിച്ചെടുത്തത്. കൊറിയർ വഴിയുള്ള ലഹരിക്കടത്തുകൾക്ക് പിന്നിൽ നിരവധി സംഘങ്ങളുണ്ടെന്നാണ് സൂചന. എഡിസനെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ മറ്റു സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും NCBക്ക് ലഭിച്ചേക്കും. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോലീസും എക്സൈസും NCBയും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും കൃത്യമായ സൂചനകൾ ലഭിക്കാതെ പാർസൽ ലഹരിക്കടത്തുകൾ കണ്ടെത്തുക എളുപ്പമല്ല. പാർസൽ സ്കാനർ പോലുള്ള ഉപകരണങ്ങൾ കൊറിയർ സ്ഥാപനങ്ങളിലില്ല. ഇതിനാൽ കൊറിയർ കവറുകളിൽ ലഹരി വസ്തുക്കൾ ഉണ്ടെങ്കിലും വ്യക്തമാകില്ല. ഡാർക്ക് നെറ്റ് ലഹരിക്കടത്ത് സംഘത്തിനായി ഇംഗ്ലണ്ടിൽ നിന്നാണ് മയക്കുമരുന്ന് എത്തിച്ചത്. ഇതേ രീതിയിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും മാരക ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ജനം, കൊച്ചി.